ഇന്ദുജ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അവർ തിരികെ വന്നതുമില്ല. ഇവിടെ നിന്ന് അഫി ഉൾപ്പെടെ ആരും അവരെ കാണാനും പോയില്ല. അസ്വസ്ഥമായ മനസ്സ്. സീതാലക്ഷ്മിയുടെ ഉള്ളം വേദനയിൽ പിടച്ചു. നേരം പുലർന്നിട്ടും എഴുന്നേൽക്കാതെ മൂടി പുതച്ച് കിടന്നു. ജോഗിങ് കഴിഞ്ഞ് അഫി വരുമ്പോഴും അവൾ എഴുന്നേറ്റില്ല. അവൻ്റെ ചുണ്ടിൽ ചിരി നിറഞ്ഞു. അടുത്തിരുന്നു. എന്തു പറ്റി? പതുവൊക്കെ മാറുകയാണല്ലോ. നെറ്റിയിൽ വിരൽ ചലിച്ചു. അവൾ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. മാഡത്തെ പോയി വിളിക്കണ്ടേ അഫി? എനിക്ക് വല്ലാത്ത കുറ്റബോധം. നിങ്ങൾ രണ്ടും ആ അമ്മയ്ക്ക് മകനെ വിട്ട് പിരിയേണ്ടി വന്നത് ഞാൻ കാരണമല്ലേ? അവന് ദേഷ്യം വന്നു. എഴുന്നേറ്റ് പോയി ഫ്രഷായി വന്ന് ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. കാഷ്വൽ വേഷമാണ് ധരിച്ചത്. ഞാൻ പോവുകയാണ്. നിന്നോടിനി ഒന്നും പറയാൻ എനിക്ക് വയ്യ. ഈ 1 വീക്ക് പറഞ്ഞ് ഞാൻ മടുത്തു. അഫി, അവൻ കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ പോയി വിളിക്കില്ല സീത. മമ്മയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ തിരികെ വരും. ഒരിക്കലും ഞാൻ പിന്നാലെ പോവില്ല. അവൻ ധൃതിയിൽ പോയി. ലക്ഷ്മി എഴുന്നേറ്റു. തലച്ചോറിനെ മറ്റെന്തൊക്കെയാണ് ഭരിക്കുന്നത്. സമാധാനം പോലുമില്ല. അവൾ നേരെ വാഷ്റൂമിലേക്ക് കയറി. ഷവർ തുറന്നു വിട്ടു. നിമിഷങ്ങളോളം അതേ നിൽപ്പ് തുടർന്നു. തല തുവർത്തി മാറിയിടാനുള്ള ഡ്രസ്സിന് വേണ്ടി പരതി. മറന്നു. ബാത്ത് ഗൗൺ എടുത്തു. ആദ്യമായ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. സാരമില്ല. രാവണൻ പോയല്ലോ. റൂമിൽ കയറി പെട്ടെന്ന് മാറാം. പുറത്തേക്ക് ഇറങ്ങിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി നിറഞ്ഞു. മുട്ടിനൊപ്പം മാത്രമേ അതിനിറക്കമുള്ളൂ. കണ്ണുകൾ വെണ്ണക്കൽ ശില്പം പോലെ മുന്നിൽ നിൽക്കുന്നവളിലൂടെ ഒഴുകി നടന്നു. അരികിലേക്ക് വരുന്നവനെ കണ്ടതും നാണത്തോടെ തല താഴ്ത്തി. കൈകൾ ചുരുട്ടി പിടിച്ച് പിന്നിലേക്ക് നീങ്ങി. എവിടെ പോവാടി? അത് ഞാൻ ഡ്രസ്സ് എടുക്കാൻ മറന്നു. അതുകൊണ്ടാ. എന്താ ഇത്ര മറതി? ഈ തലയിൽ അന്താരാഷ്ട്ര ചർച്ച എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവളുടെ തലയിൽ തട്ടി. പോയിട്ട് എന്തിനാ വന്നേ? പതിഞ്ഞ ലക്ഷ്മിയുടെ സ്വരം. മുഖം പരിഭവത്തിൽ വീർത്തിട്ടുണ്ട്. ഇരു കൈയിലും വാരിയെടുത്ത് നടക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചു. പിണങ്ങിപ്പോവാൻ എനിക്ക് പറ്റില്ലടി. നിന്നെ വേദനിപ്പിച്ചിട്ട് ഓഫീസിൽ സമാധാനത്തോടെ ഇരിക്കുന്ന എങ്ങനാ? ആര് പറഞ്ഞു രാവണ എനിക്ക് വേദനിച്ചു എന്ന്? ഒന്നുമില്ല. ഈ പൂച്ച പിണങ്ങിയാലൊന്നും എനിക്ക് സങ്കടം വരില്ല. അവൻ്റെ മീശയിൽ പിടിച്ചു വലിച്ചു. അഫി ചുണ്ട് കൂർപ്പിച്ചു. കെട്ടിപ്പിടിച്ച് കിടക്കാനാണോ അഫി? ഓഫീസിൽ പോകണ്ടേ? ലേറ്റായി. തന്നെ ഒന്നാകെ വരിഞ്ഞു മുറുക്കുന്ന അവൻ്റെ നോട്ടത്തിൽ അവൾ വിക്കിപ്പോയി. അരികിലിരുന്ന് അവൻ തല വിലങ്ങനെ ചലിപ്പിച്ചു. പിന്നെന്തിനാ? അറിയാതെ അവൾ പറഞ്ഞു. എൻ്റെ സീതാദേവിയെ ഇങ്ങനെ ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. ലക്ഷ്മിയിൽ വല്ലാത്ത നാണം. ഇരുകയും വെച്ചും മുഖം പൊത്തിപ്പിടിച്ചു. അന്ന് ഗസ്റ്റ് ഹൗസിലെ നൈറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല സീത. ജീവിതത്തിൽ ഇന്നോളം ഞാൻ ഈ ഒരു നിമിഷം അനുഭവിച്ചിട്ടില്ല. ആകാംക്ഷയും കാത്തിരിപ്പും നിനക്കായി മാത്രം. എൻ്റെ സീതാലക്ഷ്മിക്കായി. ലോലമായ അവൻ്റെ നിശ്വാസം മുഖത്തേക്ക് വന്ന് പതിച്ചതും അവൾ കൈകൾ മാറ്റി. രാവണ. അവളുടെ നെറ്റിയിലും കണ്ണിലും ചുംബിച്ചുകൊണ്ട് അഫി പുഞ്ചിരിച്ചു. എന്നാലും എൻ്റെ സീത സമ്മതിച്ച് തന്നിരിക്കുന്നു. അതിങ്ങി തന്നൂടെ? അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യത്തെ ബട്ടൺ ഇളക്കി. കഴുത്തിലെ പല്ലാഴുന്ന പാടിൽ തൊട്ടു. ഇവിടെ പിന്നെ ആരാ തന്നത്? ഞാനല്ലേ? അഫിയുടെ മുഖം വീർത്തു. അവിടെയാണോ? ഇവിടെയല്ലേ ഞാൻ ചോദിച്ചത്? ആ ചെഞ്ചുണ്ടിനെ തഴുകിയതും ലക്ഷ്മി മുഖം വെട്ടിച്ചു. അവൻ്റെ കൈകൾ താഴേക്ക് ചലിച്ചു. താലിയിൽ നോക്കിയിരുന്നു. തല താഴ്ന്നു. ലക്ഷ്മി അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി പിന്നിലേക്ക് വലിച്ചു. അഫി ദയനീയമായി മിഴികൾ ഉയർത്തി. അവളുടെ കൈകൾ അയഞ്ഞു. ചുണ്ടുകൾ താലിമാലയിൽ ചേർത്ത് വെച്ചു. ലക്ഷ്മിയുടെ ഹൃദയമിടിപ്പേറി. അവൻ്റെ കൈകൾ അതിൻ്റെ മാർദ്ദവം അറിയുന്നു. അയച്ചും ഞെരിച്ചും പിന്നെയും. അഫി. അവളിൽ നിന്നും ഒരേങ്ങൽ ഉയർന്നു. അവൻ അകന്നു മാറിയതറിഞ്ഞിട്ടും കണ്ണുകൾ തുറന്നില്ല. കാൽപാദത്തിൽ അവൻ്റെ വിരലിൻ്റെ തലോടൽ. ഒരു നേർത്ത ചുംബനം. വേണ്ടാട്ടോ രാവണ, അത് പാടില്ല. ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ട്? ലക്ഷ്മി ചമ്രം പൂട്ടി ഇരിക്കുവാണ്. അഫിക്ക് ചിരി വന്നു. എഴുന്നേറ്റ് പോടാ രാവണ, വൃത്തികെട്ടവൻ. അവൾ ചിണുങ്ങി ചിരിച്ചു. ശരി, പോയി ഡ്രസ്സ് മാറിക്കോ. അവൾ തിരികെ വരുന്നതുവരെ അവൻ അവിടെ ഇരുന്നു. സീത. അവൾ മൂളി. തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇവിടെ ആരുമില്ല അറിയാലോ. കിച്ചൺ ജോലികൾ അവർ ചെയ്യും. നിധി അവളോട് ഇടയാനൊന്നും പോകണ്ട. ഇങ്ങോട്ട് വന്നാൽ കൂടുതൽ മൈൻഡ് ചെയ്യരുത്. പിന്നെ ഈ വീട് വിട്ട് നീ പുറത്തേക്ക് പോകരുത്. ശരി ബോസ്.
അവൾ തമാശയിൽ പറഞ്ഞു. അഫി പോകുന്നത് നോക്കി കൈവീശി. പെൻഡിങ് ഫയൽ ഓരോന്നായി കംപ്ലീറ്റ് ചെയ്യുവാണ് നിത്യ. ആരവ് അവളെ നോക്കിയിരുന്നു. ഇങ്ങനെയാണേൽ കണ്ണാടി ഉടനെ വെക്കേണ്ടി വരും സാർ, ഒരു സ്റ്റാഫ് പറഞ്ഞു. സാരമില്ല, ഞാൻ വെച്ചോളാം. നിത്യ അവനെ രൂക്ഷമായി നോക്കി പേടിപ്പിച്ചു. ആരവ് കയ്യും കണ്ണുമൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഫയലൊന്ന് സാറിനെ കാണിക്കോ, എല്ലാം കംപ്ലീറ്റ് ആണ്, നിത്യ പറഞ്ഞു. എനിക്ക് വയ്യ, നീ ചെല്ല്. ആരവ് സീറ്റിൽ ചാരി കിടന്ന് കണ്ണിറുക്കി. അവൾ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. നിത്യ, പിന്നിൽ പരിചിതമായ സ്വരം. അവൾ തിരിഞ്ഞില്ല. അവൻ മുന്നിൽ വന്നു. സോറി, ഞാൻ ചെയ്തത് തെറ്റാ. എന്ത് പ്രായച്ചിത്തം വേണേലും ചെയ്യാം. അവൾ സഞ്ജുവിനെ സംശയത്തിൽ നോക്കി. എൻ്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു, എന്തേ വിളിക്കാത്തേ എന്ന് ചോദിക്കുന്നു. പിന്നെ അവൾ കൈ ഉയർത്തി. മതി, നീ തന്നെ പറഞ്ഞു കൊടുക്ക് എന്നോട് നീ കാട്ടിയ നെറുകേട്. ഇല്ലേൽ ഞാൻ പറയാം. വേണ്ട നിത്യ, അമ്മ ഒന്നും അറിയണ്ട, എല്ലാം മറക്കണം. നമുക്ക് ഒരുമിച്ച്. അവൾ ദേഷ്യത്തിൽ അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. നിത്തു, ഞാൻ ക്യാൻറ്റീനിലുണ്ടാവും, ഫയൽ കൊടുത്തിട്ട് പെട്ടെന്ന് വരണേ. അവൻ സ്റ്റെപ്പുകൾ ഓടി കയറുന്നുണ്ട്. ആരവേട്ടാ, ലഞ്ച് എൻ്റേത് കൂടി എടുത്തോ, അതോ ഞാൻ എടുക്കണോ? വേണ്ടടാ, ഞാൻ എടുത്തു. ലേറ്റ് ആവരുത്, വിശക്കുവാ, ഞാൻ കാത്തിരിക്കും. അവൾ പുഞ്ചിരിയോടെ തലകുലുക്കി. സഞ്ജു അപ്പോഴാണ് നിത്യയുടെ നെറ്റിയിൽ മുടിക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന സിന്ദൂരം ശ്രദ്ധിച്ചത്. മാലയിൽ തൂങ്ങിയാടുന്ന താലി കണ്ടതും അവൻ പരവേശത്തോടെ ചുവരിൽ ചാരി നിന്നു. വേദനയോടെ നിൽക്കുന്നവനെ കണ്ട് അവൾ ഊറി ചിരിച്ചു. എനിക്കിപ്പോൾ തൃപ്തിയായി. ഇതേ അവസ്ഥയിൽ ഞാൻ നിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്, എല്ലാം തകർന്നവളെ പോലെ. അന്ന് എൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ച മനുഷ്യനാ അത്. ഇന്ന് ആരവൻ്റെ ഭർത്താവാ. 2 ആഴ്ചയായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. സഞ്ജു ഇന്നല്ലേ വന്നത്, അതാ അറിയാഞ്ഞത്. അവൻ്റെ തല താഴ്ന്നു. ഇനിയെങ്കിലും ആരെയും പറ്റിക്കാതെ ജീവിക്കാൻ നോക്ക്. ഇത്രയെങ്കിലും പറഞ്ഞില്ലേൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഗുഡ് ബൈ. അവൾ നടന്നകലുന്നത് വിങ്ങലോടെയാണ് അവൻ നോക്കിയത്. ആരവ് പതിയെ താഴേക്ക് ഇറങ്ങി. എൻ്റെ പെണ്ണാള് പൊളിയാണ്, പക്ഷെ എന്തോ അത് മാത്രം പറ്റുന്നില്ല. അഫിയുടെ അതേ അവസ്ഥ. അവൻ നെഞ്ചുഴിഞ്ഞു. നിധി ലഞ്ച് കഴിക്കാനിരുന്നു. ലക്ഷ്മി അവളെ നോക്കാതെ കിച്ചണിൽ നിന്ന് ഹാളിലേക്ക് നടന്നു. നീ കഴിക്കുന്നില്ലേ ലക്ഷ്മി? നിധി ചോദിച്ചു. ഇല്ല, മോൾക്കിപ്പോൾ വേണ്ടാന്ന് സിനി ചേച്ചിയാണ് പറഞ്ഞത്. ഇവളുടെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ ഉണ്ട്. എന്നെ കൊല്ലാനോ മറ്റോ പ്ലാൻ ചെയ്യൂ. നിത്യ പറഞ്ഞത് വിട്ടുകളയണ്ട, അകന്നു നിൽക്കുന്നതാ നല്ലത്, ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു. അഫി ഒരുപാട് നേരത്തെയാണ് വന്നത്. അവൻ വരുമ്പോൾ ലക്ഷ്മി നല്ല ഉറക്കമായിരുന്നു. അവളെ ഉണർത്താതെ അവനും കിടന്നു. മാധവൻ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ദേവകിയമ്മ മകനെ നോക്കി പുഞ്ചിരിച്ചു. രാവിലെ കവലയിൽ പോയി തിരികെ വരുന്നു. വൈകുന്നേരം വീണ്ടും പോകും. എന്തോ വല്ലാത്ത മടുപ്പ്. ജോലി ഉണ്ടായിരുന്നേൽ. എൻ്റെ മോനെ, ആ കുട്ടി പറഞ്ഞിട്ട് അനുസരിച്ചില്ലേൽ പിന്നെ അത് മോളുടെ ജീവിതത്തെ ബാധിക്കും, അച്ചമ്മ പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്, മടി പെട്ടെന്ന് പോകും. സിദ്ധുവാണ്. എൻ്റെ അസൈൻമെൻറ്റും നോട്ട്സും ഒന്ന് എഴുതിത്താ. എക്സാമിങ് അടുത്തു. അച്ചമ്മയും അച്ഛനും അവനെ കൂർപ്പിച്ച് നോക്കി. നീ ഈ ഫോണും പിടിച്ച് കുത്തിയിരിക്കുന്ന സമയം മതി, കയറിപ്പോയി പഠിക്കടാ. ഓ, ഈ കുഞ്ഞു ഫോണിൽ ഒന്നുമില്ല അച്ചമ്മേ. പിന്നെ ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു. ചേട്ടൻ കാശ് ഇട്ടിട്ടുണ്ട്, പക്ഷെ വിളിച്ചില്ല, തിരക്കാവും. ആ മോന് ബുദ്ധിമുട്ടാവും. 12 ലക്ഷം രൂപയാ നമുക്ക് വേണ്ടി. ഇപ്പോൾ മാസാമാസം ചിലവിന് കാശും എല്ലാം ലച്ചുമ്മ അറിയാതെ. മോളെ കണ്ടിട്ട് ഒരുപാടായി. മാധവൻ സങ്കടത്തിൽ പറഞ്ഞു. ചേട്ടന് തിരക്കാ അച്ഛാ, അവര് വലിയ ബിസിനസ്സുകാരാ. ഞാൻ അമലിൻ്റെ വീട്ടിൽ നോട്ട് വാങ്ങാൻ പോയപ്പോൾ അവൻ്റെ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കി. വലിയ വീടാ, നമ്മളീ കാണുന്ന ആളൊന്നും അല്ല അഭിമന്യു. 3 കപ്പ് കോഫിയുമായി ലക്ഷ്മി ഹാളിലേക്ക് വന്നു. അവിടെ വർമ്മ മാത്രമേ ഉള്ളൂ. ആദിയെ കണ്ടില്ല. അയാൾ ഒരു കപ്പ് എടുത്തു. ആദ്യേട്ടൻ എവിടെ? അവന് ഒരു കോൾ വന്നു മോളെ, റൂമിലേക്ക് പോയി, ഇപ്പോൾ വരും, വർമ്മ പറഞ്ഞു. അപ്പോഴേക്കും അഫിയും ഉറക്കമുണർന്നു വന്നു. എന്ത് ഉറക്കമാടി പെണ്ണെ, എന്തേലും ചെയ്താൽ പോലും അറിയില്ല, രഹസ്യം പോലെ ചേർന്ന് നിന്ന് അവൻ പറഞ്ഞു. 2 പേരും കുടിച്ചു കഴിഞ്ഞതും കപ്പും എടുത്ത് അവൾ കിച്ചണിലേക്ക് പോയി. ഒരു ടാക്സി കാർ വന്ന് മുറ്റത്ത് നിന്നു. ആരാ ഡാഡി, ഇനി മമ്മയാണോ? ഹായ് ചെക്ക. ഒരെണ്ണം അവനെ കണ്ടപാടെ കയ്യിലിരുന്ന ഫോണും നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഡാഡി,
വിളിക്ക് മുന്നേ അതവൻ്റെ ഇടുപ്പിലേക്ക് ചാടി കയറി. അഫി ഞെട്ടിത്തരിച്ചു പോയി. ലക്ഷ്മിയും ഓടി വന്നു. കണ്ണിൽ കാണുന്ന കാഴ്ച ഒരടി അനങ്ങാൻ കഴിയാതെ നിന്നുപോയി. സർപ്രൈസ് ഇഷ്ടായോ? ബർമ്മ അവൾക്ക് അടുത്തേക്ക് വന്നു. അഫിയുടെ മുഖം ദേഷ്യത്തിൽ ചുവക്കുന്നുണ്ട്. അവളെ നിലത്തേക്കിടും എന്ന പേടിയിൽ ബർമ്മ അഫിയെ ദയനീയമായി നോക്കി തലകുലുക്കി. മോളെ താഴെ ഇറങ്ങ്. ഒന്ന് പോവച്ചാ, ലണ്ടനിൽ നിന്ന് എൻ്റെ ആദിയെ കാണാനാ ഞാൻ ഓടി വന്നത്. 3 വർഷം മിസ് യു ലോട്ടാതു. ആരും പ്രതീക്ഷിക്കാതെ അവൻ്റെ കവിളിൽ അവൾ അമർത്തി ചുംബിച്ചു. അഫി ഞെട്ടിപ്പോയി. ലക്ഷ്മി വായ പൊത്തി പിടിച്ചു. ഇറങ്ങടി, ഇല്ലേൽ എടുത്തെറിയും ഞാൻ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. കീർത്തി പുഞ്ചിരിച്ചു. എന്താ ഇവിടെ? ഒന്ന് ഫോണിൽ സംസാരിക്കാനും സമ്മതിക്കില്ലേ? ആദി താഴേക്ക് വരുന്നുണ്ട്. കീർത്തനെ കണ്ടതും അവൻ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അവൾ വീർത്ത മുഖത്തോടെ നിന്നു. ഈ കാലൻ ഇവിടെ ഉണ്ടായിരുന്നു ആദി? രഹസ്യം പോലെയാണ് പറയുന്നത്. ബർമ്മയും അഫിയും പരസ്പരം നോക്കി. ദൈവമേ, ആളു മാറി. ബർമ്മ നെഞ്ചത്ത് കൈവച്ചു. ഹോ, ഇവൻ്റെ മുഖം കാണുമ്പോൾ കുറച്ച് മുളക് പൊടിയെടുത്ത് കണ്ണിലിട്ട് കൊടുക്കാനാ തോന്നുന്നത്. അവൾ അരിശത്തിൽ കൈ ചുരുട്ടി പിടിച്ചു. നീ എപ്പോൾ വന്നു? ഇന്നലെ കൂടി വിളിച്ചതല്ലേ, എന്നിട്ടും ഒരു വാക്കു പറഞ്ഞോ? ആദി ആർദ്രമായി ചോദിച്ചു. കീർത്തനയുടെ തലയിൽ നിന്നും കിളികൾ പറന്നു. പതിയെ ചുണ്ടിൽ വിരൽ വെച്ചു. തല ചരിച്ച് നെഞ്ചിൽ ഇരുകൈയും പിണച്ചു കെട്ടി നിൽക്കുന്ന അഫിയെ നോക്കി. ആള് മാറി മോളെ, ഇത് അഫിയ. അവൾ വെളുക്കനെ ചിരിച്ചു. ആണല്ലേ? ആദിയെ കെട്ടിപ്പിടിച്ചു. ചമ്മലോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. സാരമില്ലടി, ഒരു കിസല്ലേ, പോട്ടെ. എന്ത് പോട്ടെ എന്ന്? ഇത്രയും നാളായിട്ട് ഇവൾക്ക് 2 പേരെയും തിരിച്ചറിയില്ലേ? അഫി നിന്ന് ചീറി. എനിക്ക് എൻ്റെ ആദിയെ നന്നായി അറിയാം. മിസ്റ്റർ അഭിമന്യുവിനെ ഈ കോലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് അച്ഛനൊപ്പം. അച്ഛൻ്റെ കൂടെ എന്നും ആദ്യ ഉണ്ടാവാറ്. കീർത്തനയും ഉച്ചത്തിൽ സംസാരിച്ചു. അഫി ലക്ഷ്മിയെ നോക്കി. അവിടെ ചിരിയാണ്. അവന് വാശി കൂടി. വഴിയെ പോയവനെ പിടിച്ച് ഉമ്മയും തന്നിട്ട് നല്ല കുട്ടിയാവല്ലേ? പിന്നീടാ ഉമ്മ തന്നപ്പോൾ നീ എന്തിനാ വാങ്ങി? എന്നെ തള്ളി നിലത്തിടാമായിരുന്നു. ഓസിനൊന്ന് കിട്ടിയപ്പോൾ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ കുറ്റം എനിക്കോ? എൻ്റെ ആദിയായിരുന്നേൽ ഉമ്മ വയ്ക്കാൻ വന്നവളെ എടുത്ത് ദൂരെ എറിഞ്ഞേനെ. അല്ലേ എൻ്റെ ആദു? അങ്ങനെ ചെയ്യില്ലേ? ഡാഡി പറഞ്ഞിട്ടല്ലേ എന്ന ഭാവത്തിൽ അഫി വർമ്മയെ തുറച്ചു നോക്കി. അയാൾ എങ്ങോ നോക്കി നിൽക്കുന്നു. ഹാ, സാരമില്ല, ഒരു ഉമ്മയല്ലേ, നിനക്ക് വേണ്ട എങ്കിൽ തിരിച്ചു തന്നു, കെറിവോടെ പറഞ്ഞു. പിന്നെയാണ് അവൾക്ക് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായത്. അയ്യോ, അങ്ങനെയല്ല, നീ അത് ആദിക്ക് കൊടുത്തോ? കണ്ടോ അങ്കിൾ, ഇവൻ കല്ല് വെച്ച് എറിഞ്ഞ് പൊട്ടിച്ചതാ എൻ്റെ ഈ നെറ്റി. 4 സ്റ്റിച്ച്. ഇപ്പോഴും ആ പാട് മാറിയിട്ടില്ല. എല്ലാവരും ആദ്യം നോക്കുന്നത് ഈ പാടില്ല. എന്ത് വൃത്തികേടാ. അവൾ കൊഞ്ചി. വർമ്മയ്ക്ക് പൊട്ടിച്ചിരിക്കാൻ തോന്നി. അപ്പോഴാണ് ചിരിയടക്കാൻ പാടുപെടുന്ന ലക്ഷ്മിയെ കീർത്തി കാണുന്നത്. സീതാലക്ഷ്മി, കണ്ടോ, ഈ ചെകുത്താൻ്റെ ഒരു കളർ പെൻസിൽ എടുത്തതിന് ചെയ്തതാ. അന്നു മുതൽ ഞാൻ ഇവനോട് മിണ്ടില്ല. ലക്ഷ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സോറി, ആദ്യയെ കാണാനുള്ള ആകാംക്ഷയിൽ വന്നതാ, ആള് മാറിപ്പോയി, പതിയെ പറഞ്ഞു. സാരമില്ല കീർത്തി. എടി, എൻ്റെ പെണ്ണിനെ ചീത്തയാക്കരുത്. ഓ അല്ല, നിനക്ക് എവിടുന്ന് കിട്ടി ഈ പാവത്തിനെ? എന്നാലും ലക്ഷ്മി, നിന്റെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നുവാ. ഉടനെ ഉറക്കെയുള്ള കരച്ചിലും ഉയർന്നു കേട്ടു. ദേ ആദി, ഈ സാധനത്തിനെ കൊണ്ടുപോ, ഇല്ലേൽ കൊല്ലും ഞാൻ. എന്നാ കൊല്ലടാഫി, കൊല്ല്. ധൈര്യം ഉണ്ടോന്ന് കാണട്ടെ. കണ്ണും തുടച്ച് മൂക്കും പിഴിഞ്ഞ് വീണ്ടും അഫിക്ക് നേരെ ചാടി വീണു. എന്നെ നീ കല്ലെറിഞ്ഞതിന് ഞാൻ തന്ന സമ്മാനം അവിടെ ഉണ്ടല്ലോ അല്ലേ? വലത് കൈ മുട്ടിന് മേലെയുള്ള പല്ലിൻ്റെ മുറിപ്പാടിൽ അവൻ കൈവച്ചു. ഞാനേ ലക്ഷ്മി, അഫിയെ കടിച്ചു. പിന്നെ അവനെയും എന്നെയും ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 പേരും കടിച്ച് കീറാൻ പരുവത്തിന് നിൽക്കുന്നു. ആദിയുടെയും വർമ്മയുടെയും ലക്ഷ്മിയുടെയും ചിരി ഉയർന്നു. അഫിയുടെ നോട്ടം 2 പേർ ചിരിയടക്കി. ലക്ഷ്മിക്ക് മാത്രം കഴിയുന്നില്ല. അഫി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ലക്ഷ്മിയുടെ കണ്ണുകൾ ഇങ്ങ് തള്ളി. പതിയെ അവൻ അകന്നു മാറി. ആരെയും നോക്കാതെ കാറ്റ് പോലെ റൂമിലേക്ക് പോയി. എല്ലാം കണ്ട് ഒരുത്തി കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. ലക്ഷ്മി വിളറി വെളുത്തതുപോലെയായി. വർമ്മയും ആദിയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. സെർവൻസ് എല്ലാവരും കണ്ടു.
നിധി ആർക്ക് മുന്നിലേക്കും വന്നില്ല. എന്നാലും മറഞ്ഞു നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്.